ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സിലെ ഫസ്റ്റ് ഹെഡായിട്ടുള്ള ഇൻകം ഫ്രം സാലറിയിലെ HRAയുടെ കാൽക്കുലേഷനാണ്. എന്താണ് HRA എന്ന് പറഞ്ഞാൽ? ഹൗസ് റെൻറ്റ് അലവൻസ്. അതായത് എംപ്ലോയിക്ക് എംപ്ലോയർ ഹൗസ് റെൻറ്റ് പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന ഒരു അലവൻസ് ആണ് ഹൗസ് റെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത്. ഹൗസ് റെൻറ്റ് അലവൻസ് അല്ലെങ്കിൽ HRA എന്ന് പറയുന്നത് പാർഷ്യലി ടാക്സബിൾ അലവൻസ് ആണ്. അതായത് കമ്പനി നൽകുന്ന അലവൻസിന് മൊത്തത്തിൽ ടാക്സ് പേ ചെയ്യേണ്ടതില്ല. അതിൻ്റെ ഒരു നിശ്ചിത പോർഷന് മാത്രം എംപ്ലോയി ടാക്സ് പേ ചെയ്താൽ മതി. ഇനി നമുക്ക് HRA എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. HRA കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്ലേസ് ഓഫ് അക്കോമഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക. പ്ലേസ് ഓഫ് അക്കോമഡേഷനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് മേജർ സിറ്റീസ് എന്നും അതർ പ്ലേസസ് എന്നും. മേജർ സിറ്റീസ് എന്ന് പറയുമ്പോൾ മുംബൈ, ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത ഈ പ്ലേസിലാണ് എംപ്ലോയി താമസിക്കുന്നതെങ്കിൽ HRA കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലീസ്റ്റ് ഓഫ് ദ ഫോളോവിങ് ഈസ് എക്സംപ്റ്റഡ്. അതായത് താഴെ പറയുന്ന 3 ഐറ്റംസ് അല്ലെ 3 കാര്യങ്ങൾ ഏറ്റവും ചെറിയ എമൗണ്ടിനായിരിക്കും എക്സംഷൻ ലഭിക്കുന്നത്. ആ 3 കണ്ടീഷനിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ HRA റിസീവ്ഡ്. സെക്കൻഡ് കണ്ടീഷൻ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. തേർഡ് കണ്ടീഷൻ 50% ഓഫ് സാലറി. അതായത് നമ്മൾ HRA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 3 കണ്ടീഷനും എഴുതി നോക്കുക. ഈ 3 കണ്ടീഷനും എഴുതി നോക്കി കഴിയുമ്പോൾ അതിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട്, അതായത് സ്മോളസ്റ്റ് എമൗണ്ടിന് വരെ ടാക്സ് എക്സംഷൻ ലഭിക്കും. ഇനി രണ്ടാമതെന്ന് പറയുന്നത് അതർ പ്ലേസസ്. അതായത് മുംബൈ, ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത ഈ 4 പ്ലേസ് അല്ലാതെ വരുന്ന മറ്റ് സ്ഥലങ്ങളിലാണ് എംപ്ലോയി വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെയും 3 കണ്ടീഷൻ തന്നെ. അതിൽ തേർഡ് കണ്ടീഷനിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ HRA റിസീവ്ഡ്. അത് ആദ്യത്തെ മേജർ സിറ്റീസിൻ്റെ കേസിലായിരുന്നപ്പോഴും ഒന്നാമത്തെ കണ്ടീഷൻ ആക്ച്വൽ HRA റിസീവ്ഡ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. അതിലും വ്യത്യാസമൊന്നുമില്ല. തേർഡ് കണ്ടീഷൻ വന്നപ്പോൾ മേജർ സിറ്റീസിലാണെങ്കിൽ 50% ഓഫ് സാലറിയാണ്. എന്നാൽ അതർ പ്ലേസസ് വരുമ്പോൾ 40% ഓഫ് സാലറിയാണ്. നോക്കുക, 3 കണ്ടീഷനേ ഉള്ളൂ. 3 കണ്ടീഷനിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ടിന് വരെ എക്സംഷൻ ലഭിക്കും. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ HRA റിസീവ്ഡ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. തേർഡ് കണ്ടീഷൻ മേജർ സിറ്റീസിലാണെങ്കിൽ 50% ഓഫ് സാലറിയും അതർ പ്ലേസസ് ആണെങ്കിൽ 40% ഓഫ് സാലറിയുമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ HRAയുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് സാലറി എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്നാണ്. അതായത് ബേസിക് സാലറി വരും, DA വരും, കമ്മീഷൻ വരും. ബേസിക് സാലറി പ്ലസ് DA ഇഫ് ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്സ് ഓഫ് പ്രൊവൈഡ് അങ്ങനെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ടേംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ DA എടുത്തിരിക്കണം. പ്ലസ് കമ്മീഷൻ, അതായത് ബേസിക് സാലറി പ്ലസ് DA പ്ലസ് കമ്മീഷനാണ് സാലറി എന്ന് പറയുന്നത്. 3 കണ്ടീഷനിൽ ലീസ്റ്റ് എമൗണ്ടിന് ടാക്സ് എക്സംഷൻ ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ HRA എന്ന് പറയുമ്പോൾ ആക്ച്വൽ HRA മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ടാണ്. അതായത് ടാക്സ് എക്സംഷൻ ലഭിച്ച എമൗണ്ടാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. 3 കണ്ടീഷനിൽ ലീസ്റ്റ് എമൗണ്ടിന് എക്സംഷൻ ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് ആക്ച്വൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന HRAയിൽ നിന്ന് ലീസ്റ്റ് എമൗണ്ട് ലെസ് ചെയ്യുക. ഇനി നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. മിസ്റ്റർ നന്ദൻ, എ ബാങ്ക് എംപ്ലോയി, ഈസ് നൗ വർക്കിംഗ് അറ്റ് മുംബൈ. മിസ്റ്റർ നന്ദൻ എന്ന് പറയുന്ന ആൾ ഒരു ബാങ്ക് എംപ്ലോയി ആണ്. വർക്ക് ചെയ്യുന്നത് മുംബൈയിലാണ്. മുംബൈയിൽ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, ഇത് മേജർ സിറ്റിയിൽ വരുന്നതാണ്. അങ്ങനെ ആണെങ്കിൽ HRAയുടെ കാൽക്കുലേഷനിലെ 3ാമത്തെ കണ്ടീഷൻ പ്രകാരം സാലറിയുടെ 50% ആണ് എടുക്കേണ്ടത്. അത് നിങ്ങൾ ശരിക്കും ഓർത്തു വെക്കുക. ഹിസ് പർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആർ ഗിവൺ ബിലോ. അദ്ദേഹത്തിൻ്റെ ഇൻകം ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ബേസിക് പേ 1,50,000. ഡിയർനെസ് അലവൻസ് 30,000 ആണ്. അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മീഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 3% ഓൺ ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം.
അതായത് കമ്മീഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ടേൺ ഓവറിൻ്റെ 3%. ടേൺ ഓവർ എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. 5 ലക്ഷത്തിൻ്റെ 3% കമ്മീഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ എത്രയാണ്? 15,000 ആണ് കമ്മീഷനായിട്ട് ലഭിക്കുന്നത്. Determine the taxable amount of HRA if the actual rent paid by him for the house occupied by him during the year was 45,000. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA കാൽക്കുലേറ്റ് ചെയ്യുക. അദ്ദേഹം ഇയർലി കൊടുക്കുന്ന റെൻ്റ് എന്ന് പറയുന്നത് 45,000 ആണ്. HRA ആയിട്ട് ലഭിക്കുന്നത് എത്രയാണ്? 30,000 ഇനി നിങ്ങൾ നോക്കുക ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ 2 കോളമായിട്ട് എഴുതുക. ഒരു പെർട്ടിക്കുലർ കോളം, ഒരു എമൗണ്ട് കോളം. ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HRA റിസീവ്ഡ്, അതായത് ആക്ച്വൽ എമൗണ്ട് എത്രയാണോ HRA ആയിട്ട് ലഭിച്ചിരിക്കുന്നത് അത് എഴുതുക. അപ്പം HRA ആയിട്ട് ഇവിടെ നന്ദന് ലഭിച്ചിരിക്കുന്നത് എത്രയാണ്? 30,000 ആണ്. അതിൽ നിന്ന് ലീസ്റ്റ് ഓഫ് ദി ഫോളോവിങ് ഈസ് എക്സംപ്റ്റ്, അതായത് 3 കണ്ടീഷൻസ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. ആ കണ്ടീഷനിലെ ലീസ്റ്റ് എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ആക്ച്വൽ എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്യുക. ഇവിടെ നോക്കുക, കണ്ടീഷൻസ് എഴുതാൻ പോവുകയാണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആക്ച്വൽ HRA റിസീവ്ഡ്. ആക്ച്വൽ HRA എന്ന് പറയുന്നത് എത്രയാണ്? 30,000. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി, അതായത് റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി എന്നാണ്. ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റെൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇയർലി അയാൾ കൊടുക്കുന്ന റെൻറ്റ് എത്രയാണ്? 45,000 മൈനസ് 10% ഓഫ് സാലറി. അപ്പോൾ നമ്മൾ സാലറി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ബേസിക് പേ മാത്രമാണോ എടുക്കേണ്ടത്? അല്ല. HRAയുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് സാലറി എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരും? ബേസിക് സാലറി വരും, പ്ലസ് DA വരും, പ്ലസ് കമ്മീഷനും വരും. അങ്ങനെ ആണെങ്കിൽ എത്രയാണ് അദ്ദേഹത്തിൻ്റെ സാലറി എന്നുള്ളതൊന്ന് നോക്കാം. ഇവിടെ ഒരു വർക്കിംഗ് നോട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളിവിടെ ഒന്ന് നോക്കുക. സാലറി ഈക്വൽ ബേസിക് പേ പ്ലസ് DA പ്ലസ് കമ്മീഷൻ. കമ്മീഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 5 lakhൻ്റെ 3%, ദാറ്റ് ഈസ് 15,000. ദെൻ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 1,50,000 ബേസിക് പേ പ്ലസ് DA 30,000 പ്ലസ് കമ്മീഷൻ 15,000. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 1,95,000. ഈ 1,95,000ൻ്റെ 10% ആണ് 19,500. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ നോക്കിക്കേ. റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി, അതായത് റെൻറ്റ് പെയ്ഡ് 45,000 മൈനസ് 10% ഓഫ് സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 19,500. അങ്ങനെ നോക്കുമ്പോൾ ആ ഡിഫറൻസ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 25,500. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 50% ഓഫ് സാലറി ആണ്. ബിക്കോസ് ഹി റിസൈഡ്സ് ഇൻ മുംബൈ, അതായത് മേജർ സിറ്റികളിൽ ഒന്നായിട്ടുള്ള മുംബൈയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാലറിയുടെ 50%, അതായത് 50% ഓഫ് സാലറി ഈക്വൽ 97,500. നിങ്ങൾ വർക്കിംഗ് നോട്ട് കൂടി ചെക്ക് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ഈ 3 കണ്ടീഷനിൽ ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 25,500. അതായത് ആ റെഡിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആ എമൗണ്ടാണ് ലീസ്റ്റ് എമൗണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ഫോർമാറ്റ് പ്രകാരം ആദ്യം HRA എഴുതി അതിൽ നിന്ന് ലീസ്റ്റ് എമൗണ്ട് ലെസ് ചെയ്യണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 30,000ൽ നിന്ന് ലീസ്റ്റ് എമൗണ്ട് ആയിട്ടുള്ള 25,500 ലെസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 4,500. ആ 4,500 ആണ് ടാക്സബിൾ HRA എന്ന് പറയുന്നത്. ഈ എമൗണ്ടിനാണ് മിസ്റ്റർ നന്ദൻ ടാക്സ് പേ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്.